ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ ഒരു കാര്യം ചെയ്യും, ബെഞ്ചമിന് വേണ്ട പണം സാറ് കൊടുക്കും. തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്റെ അടുത്ത് നിന്ന് എവിടെന്നാ പണം? എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കു സാറേ. നടക്കില്ല ചന്ദ്രശേഖര. അമ്മയാണോ അവളെ കണിമംഗലത്തേക്ക് അയച്ചത്? എന്തിനമ്മേ ആ സുഖമില്ലാത്ത കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? മതിയായില്ലേ അമ്മയ്ക്ക്? യശോദേ, ഇപ്പൊ ഇവിടെ നിന്ന് തർക്കിച്ചു നിന്നിട്ട് കാര്യമില്ല. അമ്മ ഇതെല്ലാം കരുതി കൂട്ടി ചെയ്യുന്നതാ. ഒരുപക്ഷെ അവൾ അവിടെ കൊണ്ടുപോയി ആക്കിയതുപോലെ അമ്മയായിരിക്കും. അമ്മയോട് പറയാനുള്ളത് ഞാൻ പ്രിയങ്ക മോളെ കൊണ്ട് തിരിച്ചു വന്നിട്ട് പറയാം. യശോദേ, താൻ വന്നേ. നടക്കില്ല ദേവാ. അവളെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ നീയല്ല, നീ പൂജിക്കുന്ന ദൈവം വിചാരിച്ചാ പോലും നടക്കില്ല. അച്ഛനമ്മ ഇപ്പൊ തന്നെ വരും. അവര് വരട്ടെ, അതുവരെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ചേച്ചി, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാന്താ. എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാന്താ. കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. എങ്ങനെ നടന്ന കുട്ടിയാ, ഇപ്പോ ഒന്നും തിരിച്ചറിയാത്ത അവസ്ഥയിൽ. എന്റെ പൊന്നമ്മേ, ഒരുപാട് അങ്ങോട്ട് കാരുണ്യൊന്നും കാണിക്കണ്ട. അതിനുള്ള അർഹത അവക്കില്ല. വരുൺ, ഏട്ടാ, ഇതുവരെ നേരെ ചൊവ്വ ഒരു കാര്യം ചെയ്യാത്തവരാ ഇവളും ഇവളുടെ മുത്തശ്ശി. ആ മുത്തശ്ശി ജീവിച്ചിരിക്കുന്ന തന്നെ രാധികയോട് എങ്ങനെ പ്രതികാരം ചെയ്യാന്ന് ആലോചിച്ച എനിക്ക് ഈ വരവിൽ ഒരു സംശയമുണ്ട്. നീ അത് കാര്യമാക്കണ്ട. അവര് വന്നാൽ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂല്ലോ. രാധികെ, ഇവൾക്ക് ഭക്ഷണം കൊടുക്ക്. ഓ, ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ഒരു നന്മ ചെയ്യാൻ കൽപ്പനയേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ നിനക്ക് സന്തോഷായിരിക്കുമല്ലേ ഇവള് വന്നത്? ഓ, അവള് വിശക്കുന്നു പറഞ്ഞില്ലേ? എന്തായാലും രാധികയുടെ അനുജത്തിയല്ലേ, ഒരു മനുഷ്യ ജീവിയല്ലേ. ഓ മോളെ, ഇവൾക്ക് ഭക്ഷണം കൊടുക്ക്. ഇവിടെ ഇരുന്ന് ഇങ്ങോട്ടിരിക്ക. കഴിക്കും. കഴിക്കും. ചേച്ചി വാരുത്ത, അല്ലാതെ ഞാൻ കഴിക്കില്ല. മോളെ കഴിക്കും. ചേച്ചി വാരുത്ത. വാരുത്ത. നല്ല രസമുണ്ട്. അതും വേണം. ചേച്ചി ഒന്നും എനിക്ക് വാർത്തരണം കേട്ടോ.
എന്ത് ചെയ്യാനാ, ദൈവശിക്ഷ തന്നെയാ. പക്ഷേ അല്പം കടുത്തുപോയി. എന്താ സാറേ, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ടോ? എന്തു പറ്റി? അച്ഛാ, ബെഞ്ചമിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് സാർ എപ്പോഴും എന്നോട് പണം ചോദിക്കുക. ഞാനിപ്പോ എവിടെ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കാനാ? ചന്ദ്രശേഖര, താൻ ഇതിനകത്ത് കിടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ടോ? പക്ഷേ എന്റെ കാര്യം കൂടി താൻ മനസ്സിലാക്കണം. ജോലിയിൽ തിരിച്ചു കയറേണ്ടത് എന്റെ ആവശ്യമാ. പക്ഷേ കണിമംഗലത്തുള്ളവരെ തല്ലാനും കൊല്ലാനും ഞാൻ പണം ചെലവാക്കേണ്ട കാര്യമില്ല. ബെഞ്ചമിൻ ആവശ്യപ്പെട്ട തുക അയാൾ പറയുന്ന സമയത്ത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അയാൾ വന്നതുപോലെ അങ്ങ് തിരിച്ചു പോകും. തന്റെ മോനോടത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സാറേ, പണം ഇല്ലാഞ്ഞിട്ടാ. അച്ഛനൊന്ന് പുറത്തിറങ്ങുന്നവരെ ക്ഷമിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. ഈ ബെഞ്ചമിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്തോണ്ടാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. തനിക്ക് നല്ലപോലെ അയാൾ അറിയാലോ. നിങ്ങൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ബെഞ്ചമിൻ ചോദിക്കുന്ന പണം കൊടുത്തേ പറ്റൂ. തൽക്കാലം ഗൗതമിനെ കൊണ്ട് അത് സംഘടിപ്പിക്കാനും പറ്റില്ല. സാർ ഒരു കാര്യം ചെയ്യും, ബെഞ്ചമിന് വേണ്ട പണം സാറ് കൊടുക്കും. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ അടുത്തുനിന്ന് എവിടെന്നാ പണം? എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കു സാറേ. നടക്കില്ല ചന്ദ്രശേഖര. എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി ഒരു 5 പൈസ ചെലവാക്കാൻ താല്പര്യമില്ല. സാറേ, സിറ്റിയിൽ വഞ്ചിയൂർ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ സാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാം. സാറിന് അതുകൊണ്ട് ലാഭം ഉണ്ടാവും. ബെഞ്ചമിനെ തൽക്കാലം സാറ് കൈകാര്യം ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഈ വഞ്ചിയൂർ കോടതിയുടെ അടുത്ത് നമ്മൾ രണ്ടു കൂടി പോയ ആ പ്രോപ്പർട്ടി അല്ലേ പറഞ്ഞത്? പക്ഷേ താൻ ഇവിടെ നിന്ന് ഇറങ്ങിയ രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോ വാക്കു മാറ്റരുത്. കണിമംഗലം ചന്ദ്രശേഖരന് വാക്കൊന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഉപകാരം ചെയ്ത ആർക്കും ഇന്നേ വരെ ഞാൻ കടം വെച്ചിട്ടില്ല. സാറിന് വിശ്വസിക്കാം. ഓക്കെ, ബെഞ്ചമിന് വേണ്ട പണം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സർ, എനിക്ക് ഇവനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നേ? ആകെയുള്ള ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും?